Hello learners, welcome to Sure Question Academy. Please watch the videos, like and subscribe to the channel. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ ഫിസിക്സ് ക്ലാസ്സിൽ പവർ സ്റ്റേഷനിൽ നിന്നും നമ്മുടെ വീട്ടിലേക്ക് കറന്റ് എത്തുന്നതുമായി ബന്ധപ്പെട്ട ഒരു ഇൻട്രസ്റ്റിംഗ് ചോദ്യം നമുക്ക് നോക്കാം. റെഡി അല്ലേ? ആദ്യം നിങ്ങളുടെ സ്ക്രീനിലുള്ള ഈ പിക്ചർ ഒന്ന് ശ്രദ്ധിക്കൂ. നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വലിയ പവർ സ്റ്റേഷനാണിത്. ഇനി ഇതാണ് നമ്മുടെ മെയിൻ ക്വസ്റ്റ്യൻ. നമ്മുടെ രാജ്യത്തെ പവർ സ്റ്റേഷനുകളിൽ കൃത്യമായി എത്ര വോൾട്ടേജിലാണ് കറന്റ് ജനറേറ്റ് ചെയ്യുന്നത്? നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ എ, നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന 230 വോൾട്ട് ആണോ? അതോ ഓപ്ഷൻ ബി, വളരെ ഹൈ വോൾട്ടേജ് ആയ 230 കിലോവോൾട്ട് ആണോ? ഓപ്ഷൻ സി, വെറും 11 വോൾട്ട് ആകുമോ? അതോ ഓപ്ഷൻ ഡി, 11 കിലോവോൾട്ട് ആണോ? നിങ്ങൾ ഒന്ന് ഗെസ് ചെയ്തേ. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? നമുക്ക് ഇതിന്റെ സയൻസ് എന്താണെന്ന് നോക്കാം. ശരിയായ ഉത്തരം കണ്ടുപിടിക്കാൻ പവർ ട്രാൻസ്മിഷന്റെ റൂൾസ് നമ്മൾ ഒന്ന് മനസ്സിലാക്കണം. നമുക്ക് ഒന്നിച്ച് അനലൈസ് ചെയ്യാം. ചിത്രത്തിലേക്ക് ഒന്നുകൂടി നോക്കൂ. ഇതാണ് നമ്മുടെ പവർ സ്റ്റേഷനും സിറ്റിയിലേക്ക് കറന്റ് എത്തിക്കുന്ന വലിയ ട്രാൻസ്മിഷൻ ലൈനുകളും. പവർ സ്റ്റേഷനുകളിൽ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് വോൾട്ടേജ് 11 കിലോവോൾട്ട് ആണ്. ട്രാൻസ്മിഷൻ വേണ്ടി പവർ സ്റ്റേഷനിലെ സ്റ്റെപ്പ് അപ്പ് ട്രാൻസ്ഫോർമർ ഉപയോഗിച്ച് ഇതിനെ 220 കിലോവോൾട്ട് അല്ലെങ്കിൽ 110 കിലോവോൾട്ട് ആയി ഇൻക്രീസ് ചെയ്യുന്നു. സ്റ്റെപ്പ് 1. ഇതിൽ ട്രാൻസ്ഫോർമറുകളുടെ റോൾ എന്താണെന്ന് നമുക്ക് നോക്കാം. Vp into Ip equals Vs into Is എന്ന പ്രിൻസിപ്പിൾ അനുസരിച്ച് വോൾട്ടേജ് കൂടുമ്പോൾ കറന്റ് കുറയും. കറന്റ് കുറയ്ക്കുമ്പോൾ ദൂരേക്ക് കറന്റ് പാസ് ചെയ്യുമ്പോഴുണ്ടാകുന്ന ഹീറ്റ് ലോസ് നമുക്ക് മാക്സിമം കുറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് 11 കിലോവോൾട്ട് സ്റ്റെപ്പ് അപ്പ് ചെയ്യുന്നത്. ഇനി ഹൈ വോൾട്ടേജ് ഉള്ള ഇലക്ട്രിസിറ്റി എങ്ങനെയാണ് ഡൊമസ്റ്റിക് പർപ്പസിന് ഉപയോഗിക്കുന്നത് എന്ന് നോക്കാം. ഈ ഹൈ വോൾട്ടേജ് ട്രാൻസ്മിഷൻ ലൈനുകൾ വഴി ഡിസ്ട്രിബ്യൂഷൻ ട്രാൻസ്ഫോർമറുകളിൽ എത്തുമ്പോൾ അതിനെ സ്റ്റെപ്പ് ഡൗൺ ചെയ്ത് വീടുകളിലേക്ക് കൊടുക്കുന്നു. ഇലക്ട്രിസിറ്റിയുടെ ഈ ജേർണി നമുക്കൊന്ന് സമ്മറൈസ് ചെയ്യാം. ജനറേഷൻ വോൾട്ടേജ് 11 കിലോവോൾട്ട്. ട്രാൻസ്മിഷൻ വോൾട്ടേജ് 220 കിലോവോൾട്ട്. ഡൊമസ്റ്റിക് വോൾട്ടേജ് 230 വോൾട്ട്. അപ്പോൾ ജനറേഷൻ വോൾട്ടേജ് 11 കിലോവോൾട്ട് ആണ്. അതുകൊണ്ട് ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. നമുക്കത് സെലക്ട് ചെയ്യാം. സൂപ്പർ! നിങ്ങൾ ഈ കൺസെപ്റ്റ് വളരെ എളുപ്പത്തിൽ പഠിച്ചു കഴിഞ്ഞു. കൂടുതൽ ചോദ്യങ്ങളുമായി വീണ്ടും കാണാം. ഹാപ്പി ലേണിംഗ്!